ഒരു യൂറോപ്യൻ യാത്ര പകർന്ന ഹൃദയചാരുത. അടുത്ത ദിവസം ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വിറ്റ്സർലൻഡിലേക്കായിരുന്നു യാത്ര. സ്വിറ്റ്സർലൻഡിലെ ഗ്രാമങ്ങളിൽ കാണാൻ കഴിഞ്ഞ പച്ച പുൽമേടുകളും മാമലകളും തീർത്ത രമണീയ ദൃശ്യങ്ങളുടെ മനോഹാരിത വാക്കുകൾക്കതീതം. റൈൻ നദിയിലെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ. ദിവസങ്ങൾക്ക് എന്തൊരു ചാരുതയായിരുന്നു. കേരളീയരായ നാം പച്ച പുൽത്തകിടികളും മാമലകളും വനങ്ങളും ഏറെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭംഗിയായി ഒരു ചിത്രത്തിൽ എന്ന പോലെ അടുക്കി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഇതാദ്യം കാണുകയാണ്. മാമലകൾ പോലും ഒരേ ഉയരത്തിൽ അടുക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നും. അതിനിടയിൽ അവിടെവിടെയായി തടി കൊണ്ടുള്ള മനോഹരമായ കൊച്ചു വീടുകൾ, പുൽത്തകിടികളിൽ പുല്ലുമേഞ്ഞു നിൽക്കുന്ന പശുക്കൂട്ടങ്ങൾ, മാമലകളിൽ നിന്നിറങ്ങി വനഹരിതാഭയിൽ മയങ്ങിക്കിടക്കുന്ന മഞ്ഞലകൾ. പശുക്കളെ പരിപാലിച്ച് പാൽ ഉൽപ്പന്നങ്ങൾ അവർ സമൃദ്ധമായി വിപണിയിലെത്തിക്കുന്നു. അവരുടെ സോവനീർ തന്നെ പശുവിൻ്റെ കുടമണിയാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജയങ്കെ എന്ന സിനിമയിലൂടെ യാഷ് ചോപ്രയാണ് സ്വിറ്റ്സർലൻഡിൻ്റെ സൗന്ദര്യം ആദ്യമായി ലോകത്തിന് കാട്ടിക്കൊടുത്തത്. നന്ദി സൂചകമായി അവർ യാഷ് ചോപ്രയുടെ പേരിൽ ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ വെങ്കല പ്രതിമ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യക്കാരിലൂടെ പ്രശസ്തി ആർജിച്ച സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡിലെ ഇൻ്റർലോക്കൺ. ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. तुझको तो प्यार सजना, लाख कर ले तू इनकार सजना, हो गया है तुझको तो प्यार सजना. നഗരമാകട്ടെ ആധുനികതയുടെ നീരാളങ്ങൾ അണിഞ്ഞ് മദാലസയായി വാഴുന്നു. സ്വിറ്റ്സർലൻഡിൽ കണ്ട കാഴ്ചകളിൽ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച അനുഭവം റൈൻ നദിക്കരയിൽ ചിലവഴിച്ച നിമിഷങ്ങളാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത്. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതനിരകളിൽ നിന്ന് ഉദ്ഭവിച്ച് നെതർലാൻഡിൻ്റെ വടക്കൻ കടലിൽ പതിക്കുന്ന ഈ നദി എന്നിലേറെ കൗതുകങ്ങൾ ഉണർത്താൻ കാരണം റോമൻ റോളണ്ടിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന നോവലാണ്. ഈ നോവലിൻ്റെ പശ്ചാത്തലം തന്നെ റൈൻ നദിയാണ്. കഥാപാത്രങ്ങളുടെ മാനസിക ചലനങ്ങളുടെ പ്രതിഫലനങ്ങൾ പോലും റൈൻ നദിയുടെ ഭാവഭേദങ്ങളിലൂടെയാണ് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. അതിലെ പാഠഭാഗം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് റൈൻ നദിയോട് പ്രണയമായിരുന്നു. ആ റൈൻ നദിയെ തൊട്ടടുത്ത് കാണാനും സ്പർശിച്ച് അനുഭവിക്കാനും കഴിഞ്ഞപ്പോൾ ഏറെ സ്നേഹിക്കുന്ന ആരെയോ അപ്രതീക്ഷിതമായി നേരിൽ കണ്ടതുപോലെ ഹൃദയം തുടിക്കുകയായിരുന്നു. റൈൻ നദിയിലെ ജലത്തിന് ഇളം നീല നിറമായിരുന്നു. നദിയിൽ നിന്ന് പല നിറത്തിലുള്ള വിശേഷപ്പെട്ട കല്ലുകൾ പെറുക്കിയെടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. സ്വിറ്റ്സർലൻഡിൽ കണ്ട കാഴ്ചകളിൽ ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഹിമാലയ സാനുക്കളെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് മഞ്ഞണിഞ്ഞു നിൽക്കുന്ന സൂറിച്ചിലെ മൗണ്ട് ടിറ്റ്ലിസ് ആണ്. കേബിൾ കാറിൽ ഞങ്ങൾ മലമുകളിലെത്തി. കറങ്ങുന്ന റൊട്ടയർ കാറിൽ 10,000 അടി മുകളിലെത്തി. മഞ്ഞിൻ്റെ പൂമഴയിൽ കളിച്ചു. അയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ഐസ് കേവ്, ഐസ് ഗുഹയ്ക്കുള്ളിലൂടെ നടന്ന
അനുഭവത്തിൻ്റെ ലഹരിയും അമ്പരപ്പും ഇപ്പോഴും വിട്ടുമാറാത്ത പോലെ. പിന്നീട് ഞങ്ങൾ ഇറ്റലിയിലെ വെനറ്റോ എന്ന സ്ഥലത്തെ പാദുവായിലെ സെൻറ്റ് ആൻ്റണി ബസിലിക്ക പള്ളിയിലാണ് എത്തിച്ചേർന്നത്. അതിശയിപ്പിക്കുന്ന ശില്പചാരുതയാലും വിശുദ്ധ അന്തോണിയുടെ പ്രഭാവത്താലും പാദുവായിലെ പള്ളി ഞങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചു. കളഞ്ഞുപോയതെന്തും തിരികെ ലഭിക്കാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. മത്സ്യങ്ങളോടും പക്ഷികളോട് പോലും സംസാരിക്കുമായിരുന്ന സെൻറ്റ് ആൻ്റണിയുടെ മുന്നിൽ ഞങ്ങൾ മെഴുകുതിരികൾ കൊളുത്തി മൗനമായി പ്രാർത്ഥനകൾ അർപ്പിച്ചു. ഒരിക്കൽ ഒരാൾ 170 മീറ്റർ അടി താഴ്ചയിലുള്ള ഒരു വലിയ ഗുഹ കണ്ടെത്തുന്നു. അതിനുള്ളിലെ അതിവിചിത്രമായ കാഴ്ചകൾ കണ്ട് അയാൾ സ്തബ്ധനായി നിന്നുപോകുന്നു. ജർമ്മനിയിലെ സ്റ്റാസ്ബർഗിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകുന്ന വഴിയിൽ സ്ലൊവേനിയയിലെ പോസ്റ്റോജ്ന ഗുഹയിൽ കണ്ട കാഴ്ചകളാണ് അയാളെ ഇങ്ങനെ അത്ഭുത പരതന്ത്രനാക്കിയത്. പിന്നീട് ആ കാഴ്ചകൾ ലോകത്തിനായി തുറന്നുകൊടുത്തു. പോസ്റ്റോജ്ന കേവ്സിലേക്ക് നൂറ്റാണ്ടുകളായി ഒഴുകി വീണുകൊണ്ടിരിക്കുന്ന വെള്ളത്തുള്ളികളിലെ കാൽസ്യം കാർബണേറ്റ് ഉറഞ്ഞുകൂടി പല പല രൂപങ്ങൾ പ്രാപിക്കുന്നു. 25 കിലോമീറ്റർ നീളമുള്ള ഈ ഗുഹയിൽ കാൽഷ്യം കാർബണേറ്റ് തീർത്ത അത്ഭുത രൂപങ്ങളിൽ നിന്ന് നമ്മുടെ ഭാവന അനുസരിച്ച് പല കലാസൃഷ്ടികളും നിർമ്മിച്ചെടുക്കാം. ഞങ്ങൾക്കവിടെ പിസ ഗോപുരങ്ങളും പിക്കാസോ കലാസൃഷ്ടികളും മാത്രമല്ല, ശിവപാർവതിമാരെയും കൂട്ടുകുടുംബങ്ങളെയും ഗണപതിയെയും കൂർത്ത മുനയുള്ള കത്തികളെയും ഒക്കെ കാണാൻ കഴിഞ്ഞു. ഗുഹയ്ക്കുള്ളിലേക്ക് ആദ്യം ഞങ്ങൾ കുഞ്ഞു തീവണ്ടിയിലാണ് കുറേ ദൂരം സഞ്ചരിച്ചത്. പിന്നീട് 2 കിലോമീറ്റർ കാൽനടയായും. മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതിയുടെ കലാകേളികൾ ആസ്വദിച്ച് ഞങ്ങൾ നടന്നു. ഇറ്റലിയിലേക്കുള്ള യാത്രയിൽ അരമണിക്കൂർ നീണ്ടുനിന്ന ഒരു ബോട്ട് യാത്രയിലൂടെയാണ് ഞങ്ങൾ വെനീസിൽ എത്തിച്ചേർന്നത്. ഒഴുകുന്ന നഗരം എന്ന് പ്രസിദ്ധി കേട്ട വെനീസ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് പടുത്തുയർത്തിയിരിക്കുന്ന കൊട്ടാരക്കെട്ടുകൾ, അവിടെ തോണികളല്ലാതെ കരയിലൂടെ ഓടുന്ന വാഹനങ്ങളൊന്നും തന്നെ കണ്ടില്ല. കൊട്ടാരക്കെട്ടുകളോട് ചേർത്ത് കെട്ടിയ ജയിൽ, പള്ളികൾ. വെനീസിലെ ജനങ്ങൾ ഗണ്ടോള എന്ന ചെറു തോണികളിലാണ് അതിഥികളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കൊട്ടാരത്തെ ജയിലിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിലുള്ള ഒരു ജനാലയിലൂടെ കുറ്റവാളികൾക്ക് അവസാനമായി പുറം ലോകത്തെ കാണാൻ അനുവാദം നൽകും. നെടുവീർപ്പിൻ്റെ ജാലകം എന്നറിയപ്പെടുന്ന ആ ജാലകം ഇപ്പോഴും നമുക്ക് കാണാനാകും. ഗണ്ടോളകളിൽ സഞ്ചരിക്കുന്ന വെനീസിലെ കച്ചവടക്കാർക്കിടയിൽ ഞാൻ ഷേക്സ്പിയറിൻ്റെ ഷൈലോക്കിനെ തിരയുകയായിരുന്നു.